ഹായ് ഗായ്സ് അപ്പോൾ ഈസ്റ്ററിന് വെക്കേഷൻ കിട്ടിയപ്പോൾ എവിടെ പോകുന്നു പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നേരെ ഗുരുവായൂരോട്ട് പോകാമെന്ന് വെച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ ഫാമിലിയും കൂടെ നേരെ അപ്പം തന്നെ ട്രെയിൻ കയറി. പെട്ടെന്നുള്ള പ്ലാനായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് പഴവും ബ്രെഡും ഒക്കെ വാങ്ങിച്ചിങ്ങി വന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നേ. അപ്പോഴേക്കാണ് ഒരു ചേട്ടൻ പൊറോട്ടയും കൊണ്ടുവന്നത്. പിന്നെ അത് വാങ്ങിച്ച് കഴിച്ചു. കൊട്ടാരക്കരയിൽ നിന്ന് നമ്മൾ ട്രെയിൻ കയറിയെങ്കിലും കൊല്ലത്തെത്തിയപ്പോഴേ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സീറ്റ് കിട്ടിയത്. കുറേ നേരം ട്രെയിനിൽ ഇരിക്കുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ എല്ലാവരും കൂടെ കൂടിയുള്ളൊരു യാത്ര ഒരു പ്രത്യേക രസമാണ്. നമ്മളൊരു 6:30 ആയപ്പോഴാണ് കൊട്ടാരക്കരയിൽ നിന്ന് കയറിയത്. 7:30 ആയപ്പോഴേക്ക് കൊല്ലത്ത് പിന്നെ ട്രെയിൻ പിടിച്ചിട്ടു. പിന്നെ അങ്ങനെ നമ്മൾ പോയി. പിന്നെ ഉള്ള സമയത്ത് എല്ലാവരും കുറച്ച് നേരം ട്രെയിനിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. ഉറങ്ങി എണീറ്റപ്പോൾ ദാ ഗുരുവായൂരെത്തി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ നടന്നു. പിന്നെ ഒരു നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിന്റെ ഇടയ്ക്കൂടെ കയറി നമ്മൾ അപ്പുറത്തെ വഴിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ദേ ഒരു അങ്കിള് നമ്മളടുത്ത് റൂം വേണമെന്ന് ചോദിച്ചു കുറേ നേരം ക്യാൻവാസ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു കടയിൽ കയറി ചൂട് ചായയും കുടിച്ചിട്ട് നേരെ അമ്പലത്തിലോട്ട് നടന്നു. നമ്മളവിടെ ചെന്നപ്പോൾ 3 മണിയായിരുന്നു. അപ്പം തന്നെ ക്യൂ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ റൂം എടുക്കാറൊന്നുമില്ല. ഇവിടുത്തെ കംഫോർട്ട് സ്റ്റേഷനിൽ കയറിയാണ് നമ്മൾ ഫ്രഷ് ആവുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഫ്രീ സർവീസ് ആണ് കേട്ടോ. പിന്നെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ലേഡീസിനും ജെൻസിനും ഇവിടെ വാഷ്റൂം ഉണ്ട് കേട്ടോ. 7 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിയത്. പിന്നെ രാവിലെ ഉച്ചയ്ക്കൊക്കെ ഇവിടുന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതിനും വേണ്ടി നല്ല ക്യൂ ഉണ്ട്. രാവിലെ മാത്രം നമ്മൾ അവിടുന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ചായിരുന്നു. ഗുരുവായൂർ വന്നാൽ പിന്നെ അവിടുത്തെ സ്പെഷ്യൽ പപ്പടം വാങ്ങണമല്ലോ. പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ അവിടുന്ന് തിരിച്ചു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ മമ്മിയൂര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ അലോഡ് അല്ലല്ലോ, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ നമ്മൾ നേരെ നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അടുത്ത് നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നേരെ വടക്കുംനാഥ ക്ഷേത്രത്തിലോട്ട് പോകാനാണ്. തൃശ്ശൂർ സെൻറ്ററിലെ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് വുമൻസ് ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ കട. അവിടെ കുറേ ആൻറ്റിമാരാണ് കേട്ടോ നടത്തുന്നത്. അവിടെ നിന്ന് നമ്മൾ ഊണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഊണ്, നല്ല കസ്റ്റമർ സർവീസും ആയിരുന്നു അവർക്ക്. നല്ല ഫുഡും അതേപോലെ തന്നെ നല്ല കാര്യമായിരുന്നു അവർക്ക്. അപ്പോൾ സമയം ഉച്ചയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പിന്നെ അവിടുത്തെ ഗ്രൗണ്ടിലൊക്കെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിരുന്നു. അമ്പലം വൈകിട്ട് 4:30 തുറക്കാനായിട്ട്. പിന്നെ അതുവരെ നമ്മൾ അവിടെയൊക്കെ നിന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് ആൾക്കാർ ഇവിടെ വന്ന് ഇരിക്കാറുണ്ടായിരുന്നു. നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഈ അമ്പലം. പിന്നെ അവിടെ കയറി തൊഴുതിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നേ. അവിടുന്ന് തൊട്ടടുത്താണ് പാറമേക്കാവ് ക്ഷേത്രം. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് സർപ്രൈസായിട്ട് നമ്മുടെ സുരേഷ് ഗോപി സാറിനെ കണ്ടത്. സാറ് എല്ലാവരെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. അതിൻ്റെ ഇടയിൽ ഞാനും ഫോട്ടോ എടുത്തായിരുന്നേ. ഫുഡ് കഴിക്കാൻ കട തേടി നമ്മൾ കുറേ നടന്നായിരുന്നു. അങ്ങനെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള കടയിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. നല്ല ഫുഡായിരുന്നു അവിടുത്തത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴൊരു ആശ്വാസമായത്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കായിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. എന്തായാലും സീറ്റ് കിട്ടുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിന്ന് ഫോണൊക്കെ ചാർജാക്കി വെയിറ്റ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ട്രെയിൻ വന്നു. കയറിയപ്പോൾ സീറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ വണ്ടിയിലൊക്കെ വലിഞ്ഞ് കയറി അവിടെ ഇരുന്നു. അമ്മയും കുഞ്ഞമ്മയും കൂടെ താഴെ നിന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സീറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ തിരിച്ച് കൊല്ലത്ത് വന്നു. രാവിലെ 5 മണി തൊട്ടേ ബസ്സുള്ളൂ. പിന്നെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. ടിപ്പിക്കൽ തീർത്ഥാടന യാത്രയായിരുന്നെങ്കിലും ഞാൻ എൻജോയ് ചെയ്തായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.